ഫാമിലി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വേപ്പിനെ കുറിച്ചിട്ടാണ്. രുചി അല്പം കയ്പുള്ളതാണെങ്കിലും വളരെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് വേപ്പ്. ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ ചർമ്മ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ വേപ്പ് വളരെയധികം ഉപയോഗിക്കുന്നു. വേപ്പിൻ്റെ ഇല മാത്രമല്ല, ഇതിൻ്റെ വിത്തും തൊലിയും എല്ലാം വളരെ ഔഷധ ഗുണങ്ങൾ നൽകുന്നതാണ്. വേപ്പിൽ ധാരാളം വിറ്റാമിനുകളും ഫാറ്റി ആസിഡുകളും ഉള്ളതുകൊണ്ട് ചർമ്മത്തെ മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ പരിപാലിക്കുകയും ചുളിവുകളും നേർത്ത വരകളെല്ലാം കുറയ്ക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിൻ്റെയും മുടിയുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വേപ്പ് കാലാകാലങ്ങളായി നാം ഉപയോഗിച്ചു വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയകൾ, ഫംഗസുകൾ, അണുബാധകൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വേപ്പില അരച്ച് ആ ഭാഗത്ത് തേക്കുകയോ വേപ്പിലയിട്ട് വെള്ളം കൊണ്ട് കുളിക്കുകയോ ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന ഫംഗസ്, ബാക്ടീരിയ, അണുബാധകൾ നശിക്കുന്നു. ദന്തപരിചരണത്തിന് വേപ്പിൻ്റെ ചില്ലകൾ ചവയ്ക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പ് ഇല്ല എങ്കിൽ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ഷോപ്പുകളിലെല്ലാം വേപ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ചാലും മതി. ഒരുവിധം ആൾക്കാരെ അലട്ടുന്ന പ്രശ്നമാണ് നമ്മുടെ ഈ മുഖക്കുരു കുറയുന്നതിന് വേണ്ടിയിട്ട് വേപ്പെണ്ണ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര കൊതുക് ശല്യമായിരിക്കും. അതുപോലെ തന്നെ പ്രാണികളെ അകറ്റാനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പുണ്ട്. ഈ ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ കൊതുക് ശല്യം മാറിക്കിട്ടും. കൂടാതെ പ്രാണികൾ കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഈ വേപ്പിൻ്റെ വെള്ളത്തിൽ പഞ്ഞി മുക്കിയതിന് ശേഷം അവിടെ ഇട്ട് വച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികളെല്ലാം അവിടെ നിന്നും മാറിക്കിട്ടും. വേപ്പിലയോടൊപ്പം 1/3 ഭാഗം കുരുമുളക് ചേർത്ത് പുളിച്ച മോര് കലക്കി വായിൽ കൊണ്ടാൽ വായ്പുണ്ണ് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഈ തൊലിപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന അലർജി രോഗങ്ങൾ, ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് വേപ്പില കൊണ്ട് തലോടുന്നത് നല്ലതാണ്. എന്നാൽ ഈ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഈ പൊള്ളലേറ്റ ഭാഗത്ത് ഈ വേപ്പില അരച്ച് പുരട്ടിയാൽ മുറിവ് എത്രയും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. തലമുടി കൊഴിച്ചിലും താരനും അകറ്റാൻ വേപ്പില വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.